അതായത് ഇപ്പോൾ ഒരു മെസ്സി വന്ന് ഒരു മാസം കഴിയുമ്പോൾ ചോദ്യങ്ങൾ ഉയരണം. മെസ്സി വന്നിട്ട് എന്തായി മെസ്സി അല്ല, അതാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നാഷണൽ ടീമിന്റെ പ്രിപ്പറേഷൻ, ഇപ്പം ഞാനൊക്കെ 2010 യു എയിൽ വന്ന സമയത്ത് നിരന്തരം സ്റ്റേഡിയങ്ങളിൽ പോയിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻ കാണുമായിരുന്നു. കാരണം പ്രിപ്പറേഷൻ വലിയൊരു സാധനം. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പ്രിപ്പറേഷൻ കാണാന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കാണാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്, അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരെങ്ങനെയാണ് ഇപ്പോൾ ഈ ലോക ചാമ്പ്യന്മാർ എങ്ങനെയാണ് ഒരു മാച്ചിന് പ്രിപ്പറേഷൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യം, അവരുടെ ഫിസിക്ക്. കാരണം നമ്മൾ ടി വിയിൽ കാണുന്ന പോലെയല്ല, അവർ നേരിട്ട് കാണുമ്പോൾ വലിയ ചേഞ്ചാണ് പ്ലേയേഴ്സിൻ്റെ. അവരെങ്ങനെയാണ്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോച്ചുമാരും സാധാരണ ജനങ്ങളും മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കൊടുക്കുന്ന ജേർണലിസ്റ്റുകളും. കാരണം അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ കൂടെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. അതെ, ആ ഒരു മാച്ച് എന്നതിനൊക്കെ അതിനപ്പുറത്തായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടി അതിന്റെ സൈഡിലൂടെ അല്ലെ നമ്മുടെ കോച്ചസിനൊക്കെ അവർ അപ്രോച്ച് ചെയ്യാനും അത് രീതികൾ കാണാനും മനസ്സിലിപ്പോൾ നമുക്ക് യു എയിലത്തെ അല്ലെങ്കിൽ ഖത്തറിലത്തെ ആൾക്കാരെ പോലെയല്ല. നമ്മുടെ നാട്ടിലെ കോച്ചുമാർക്കൊന്നും ഇന്റർനാഷണൽ എക്സ്പോഷർ ഡയറക്റ്റ് കാണാനുള്ള സാധ്യതകളില്ല. കാരണം ഒരു ടി വിയിൽ നമുക്കൊക്കെ ഭാഗ്യം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കോച്ചുമാർ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവരുടേതായ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ്. അല്ലാണ്ട് മെസ്സി വരാതിരല്ല, മെസ്സി വരണം അതൊന്നും അതിൻ്റെതല്ല. മെസ്സി വരണമെങ്കിൽ വരട്ടെ, അദ്ദേഹത്തിൻ്റെ കളി നമുക്ക് കാണാം, ആസ്വദിക്കാം. കാരണം മെസ്സിയുടെ കളി ഡയറക്റ്റ് കാണാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.